ഹലോ, സുഖമല്ലേ എല്ലാവർക്കും? ഇന്ന് ഒരു കൊച്ചു ചിന്ത ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. വേദന അത് സുഖമുള്ള ഒരു അനുഭവമാണ്, ശരിയല്ലേ? ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത്ഭുതവും ഭയാശങ്കകളും അല്ലെങ്കിൽ ആകാംക്ഷയും ഒക്കെ തോന്നുന്നുണ്ടാവും. എന്താ സിസ്റ്റർ ഇങ്ങനെ പറയുന്നത് എന്ന് ഒന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ചില വേദനകള് സങ്കടങ്ങള് ഒക്കെ സഹിക്കുമ്പോൾ അത് നമുക്ക് ഒരു സുഖവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ നൽകുന്നില്ലേ? ഒരു സുഖമുള്ള നോവായി തീരുന്നില്ലേ നമുക്ക് അത്? ഒന്ന് ഓർത്ത് നോക്കിയാ, സ്കൂളിൽ പോകുമ്പോൾ അമ്മ തനിക്ക് വേണ്ടി മാത്രമായി തന്നുവിട്ട ഭക്ഷണമില്ലാത്ത ഒരു കൂട്ടുകാരന് വേണ്ടി കുട്ടി പങ്കുവെച്ച് നൽകുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഓർത്തു നോക്കിക്കേ. ഉള്ളിലൊരു വേദനയുണ്ടെങ്കിലും ആ വേദന സുഖമുള്ള ഒരു നോവായി മാറുകയാണ്. ഒരായുസ് മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി പണിയെടുത്തുണ്ടാക്കിയിട്ട് തങ്ങള് സമ്പാദിച്ചു വെച്ചതെല്ലാം അവസാനം ആ മക്കൾക്ക് വീതിച്ചു നൽകുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളില് സമ്പാദിച്ചതൊക്കെ കൈവിട്ടു പോകുന്നുണ്ടല്ലോ എന്ന ഒരു ചിന്തയുണ്ടെങ്കിലും വേദനയുണ്ടെങ്കിലും മാതാപിതാക്കള് ഒരു സന്തോഷം അനുഭവിക്കുന്നില്ലേ? ആ വേദന സുഖമുള്ള ഒരു നോവല്ലേ? എൻ്റെ മക്കൾക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ള ഒരു നോവ്. തനിക്ക് കിട്ടാമായിരുന്ന ഒരു തുണ്ട് ഭൂമി സ്വന്തം സഹോദരന് വേണ്ടി വേണ്ടെന്ന് വെക്കുമ്പോൾ ഒരു സഹോദരനുണ്ടാകുന്ന സന്തോഷവും ഉള്ളിന്റെ ഉള്ളിൽ ഒരു വേദന ഉണ്ടെങ്കിലും സുഖമുള്ള ഒരു നോവല്ലേ, ഒരു സന്തോഷമല്ലേ? ഇതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കുറച്ചൊക്കെ സങ്കടങ്ങളും വേദനകളും ത്യാഗങ്ങളും ഒക്കെ നാം സഹിക്കുമ്പോൾ അത് സുഖമുള്ള ഒരു നോവ എന്ന്. യേശുക്രിസ്തുവും ഇത് തന്നെയല്ലേ നമ്മെ പറഞ്ഞു പഠിപ്പിച്ചത്? ഈ മാതാവിനെ ഒന്ന് നോക്കിക്കേ. മാതാവ് സഹിച്ചത് മുഴുവൻ ഈശോയ്ക്ക് വേണ്ടിയാ അല്ലെങ്കിൽ മാതാവിന്റെ കുടുംബത്തിന് വേണ്ടിയാ. ആ സങ്കടങ്ങളൊക്കെ ജീവിതത്തിൽ ഏറ്റെടുത്തപ്പോൾ അത് സുഖമുള്ള ഒരു നോവായി മാതാവിന് തോന്നി. അതുകൊണ്ടാ വീണ്ടും വീണ്ടും സഹിക്കുവാനായിട്ട് ആ ജീവിതം അങ്ങനെ വിട്ടുകൊടുത്തത്. ഈശോ ഇത് തന്നെയല്ലേ ജീവിതത്തിൽ പറഞ്ഞു വെച്ചതും കാണിച്ചു തന്നതും? സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഒന്നുമില്ലെന്നേ എന്ന് വിശുദ്ധ യോഹന്നാൻ 15:13. ഇനി ഒരു ചിന്ത ഞാനങ്ങ് തരട്ടെ. നിന്റെ ജീവിതത്തിൽ നീ മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ നീ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തൊക്കെ വേദനകൾ സഹിച്ചിട്ടുള്ളത്? അങ്ങനെ സഹിച്ചതിലൊക്കെ നീ ഒരു സുഖമുള്ള നോവ് കണ്ടെത്തിയിട്ടുണ്ടോ? സന്തോഷം കണ്ടെത്തിയിട്ടുണ്ടോ? നിനക്ക് അങ്ങനെ സഹിക്കാനായിട്ട് സാധിക്കുമോ? ഒന്ന് ചിന്തിക്കാം.